ഗുഡ് മോർണിംഗ്. കേൾക്കാൻ പറ്റുന്നുണ്ടോ? താങ്ക് യു സോ മച്ച്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ് നിങ്ങൾ നമ്മളുടെ മെഡിറ്റേഷൻ വളരെ നല്ല രീതിയിൽ പങ്കെടുക്കുകയും നിങ്ങളുടെ ലൈഫിലേക്ക് വലിയ നല്ല രീതിയിലുള്ള ചേഞ്ചസ് കൊണ്ടുവരാൻ സഹായിക്കുകയും ചെയ്യുന്നു എന്ന് അറിഞ്ഞതിൽ. അപ്പോൾ നമ്മളുടെ കമ്മ്യൂണിറ്റിയിലേക്ക് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട്. അവരെല്ലാവരെയും നമുക്ക് വെൽക്കം ചെയ്യാം. ആരൊക്കെയാണ് പുതുതായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ? ആദ്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ളവർ എന്ത് ചെയ്യുക? മീ എന്ന് കമന്റ് ചെയ്യുക. ഓക്കെ, മീ എന്ന് കമന്റ് ചെയ്യുക. ഈ ഒരു പ്രോഗ്രാമിലേക്ക് ആദ്യമായിട്ട് ജോയിൻ ചെയ്തിട്ടുള്ള ആൾക്കാർ മീ എന്ന് കമന്റ് ചെയ്യുക. ME എന്ന് കമന്റ്. മെഡിറ്റേഷൻ ഇസ് അമേസിംഗ്. വെരി ഗുഡ്. ഐ എം സോ ഹാപ്പി, ഐ എം സോ ഗ്ലാഡ്. അപ്പോ ഹരിലാൽ ലക്ഷ്മൺ. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, സോ വെൽക്കം ഹരിലാൽ. ഓക്കെ, ഹു ഹെൽസ്? ഹബീബ. വെൽക്കം, വെൽക്കം ഹബീബ. താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാർ, കഴിഞ്ഞ ദിവസം ജോയിൻ ചെയ്തിട്ടുള്ളവരുണ്ടാകാം. ഓക്കെ, സലീന ഖാജ, വെൽക്കം ബാക്ക്. റെഡ്മി 9A എന്ന് പറയുന്ന ഒരാൾ, പേരറിയില്ല. അക്ബർ, വെൽക്കം, വെൽക്കം ടു ദ പ്ലാറ്റ്ഫോം. സോ പുതുതായിട്ട് ഇനിയും ഒരുപാട് ഓരോരുത്തർ. വണ്ടർഫുൾ സെഷൻ, താങ്ക് യു. റെയ്ഹാനത്ത്, വെൽക്കം. ആൻഡ് ഇനി മുതൽ നിങ്ങൾ 5 മണിക്ക് എണീക്കുന്ന 5 AM ക്ലബിലേക്ക് ജോയിൻ ചെയ്തിരിക്കുകയാണ്. സോ ദിസ് ഈസ് അവർ 5 AM ക്ലബ്. നമ്മളുടെ 5 AM ക്ലബ് ആണത്. മോർണിംഗിൽ മോർണിംഗ് മെഡിറ്റേഷൻ നമ്മൾ ചെയ്തുകൊണ്ടാണ് നമ്മൾ എന്താ വെച്ചാൽ 6 o'clock മോർണിംഗ് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നു. അതായത് 5 മണിക്ക് എണീക്കുന്നു. എന്നിട്ട് കുളിച്ച് ഫ്രഷായി റെഡിയായി നിങ്ങൾ നിങ്ങളുടെ പ്രാർത്ഥന മറ്റുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷം മെഡിറ്റേഷനിലേക്ക് നിങ്ങൾ വരുന്നു. സോ ആ മെഡിറ്റേഷനിലേക്ക് നിങ്ങൾ വന്ന് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി എന്താണ് മോർണിംഗിൽ ഒരു നിങ്ങളുടെ ബ്രെയിൻ ജിം എന്ന് പറയും, നിങ്ങളുടെ മെന്റൽ എക്സസൈസ് ഒന്ന് വർദ്ധിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു മെന്റലി നമ്മൾ കുറേ അറിവുകൾ നമ്മളുടെ ഉള്ളിലേക്ക് കടത്തിവിടുക, ശരിയായ ചിന്തകൾ കടത്തിവിടുക. അപ്പൊ ശരിയായ ചിന്തകൾ നമ്മൾ കടത്തിവിടുമ്പോൾ നമ്മൾ ശരിയായ ട്രാക്കിലൂടെ നമ്മൾ സഞ്ചരിക്കാൻ തുടങ്ങും. അപ്പൊ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു സെഷൻ ഇവിടെ നമ്മൾ തുടരുന്നത്, മോർണിംഗ് ക്ലാസ്സിലേക്ക് തുടരുന്നത്. ഈ ഒരു സെഷൻ സ്ഥിരമായിട്ട് നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ലൈഫിൽ വലിയ മാറ്റങ്ങൾ വരും. നിങ്ങൾക്ക് പുതിയ ശീലങ്ങൾ വരും. പുതിയ രീതിയിലുള്ള ഒരു ഒരു പേഴ്സണാലിറ്റി ആയിട്ട് തന്നെ നിങ്ങൾക്ക് മാറാൻ പറ്റും. നമ്മുടെ സെഷൻ സ്റ്റാർട്ട് ചെയ്തു എന്ന് പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, എല്ലാ ഗ്രൂപ്പുകളിലും ഒന്ന് ശരത്ത് എന്ത് ചെയ്യുക, മെസ്സേജ് അയക്കാം കേട്ടോ. സോ പറഞ്ഞതുപോലെ ഇവിടെ ഒരുപാട് പേര് ഓൺലൈനിലുണ്ട്. ദയവ് ചെയ്ത് എല്ലാവരും എന്ത് ചെയ്യുക, വീഡിയോയിൽ വരാൻ ശ്രമിക്കുക. പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. വീഡിയോയിൽ വരിക. വീഡിയോയിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും നിങ്ങളെല്ലാവരെയും കാണാനും നിങ്ങളെല്ലാവരും ആക്റ്റീവായിട്ട് പങ്കെടുക്കുന്നുണ്ടെന്ന് അറിയാനും ഒക്കെ വളരെയധികം ഹെൽപ്ഫുൾ ആകും. ഷൻസ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. പ്ലീസ് എവറി വൺ. ഓക്കെ, മർഗഥാബ്, റസീന, ഷൻസ, സന്തോഷ് കുമാർ, അക്ബർ, റംല, ഹരിലാൽ, ഇന്ദു, സുഹ്ര, റംല ഹസൻ, പ്ലീസ് ബി ഹിയർ ഇൻ വീഡിയോ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. നിങ്ങൾ വീഡിയോയിൽ വരുമ്പോൾ നമുക്ക് അതൊരു ഇൻസ്പയറിംഗ് ആണ്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ടോപ്പിക്കിൽ നമുക്ക് സംസാരിക്കാനുള്ളത് എന്താണ്? ഓക്കെ, ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ ആദ്യം തന്നെ ഒരു അപ്പോളജി പറയുകയാണ്. അതായത് ഇന്നലെ ക്ലാസ് ഉണ്ടായിരുന്നില്ല. കാരണം ഇന്നലെ എൻ്റെ വോയിസ് വളരെ വീക്കായിരുന്നു, ശബ്ദം നഷ്ടപ്പെട്ട അവസ്ഥയായിരുന്നു. റെഡിയായി വരുന്നേ ഉള്ളൂ. അപ്പോൾ പതിയെ നമുക്ക് സംസാരിക്കാം. ഓക്കെ, അപ്പൊ അതിപ്പോഴും ഉണ്ട് ചെറുതായിട്ട്, ബട്ട് ഇറ്റ് ഈസ് ഗെറ്റിംഗ് ബെറ്റർ. അപ്പൊ ചെറിയ രീതിയിൽ വളരെ ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള ഒരു സെഷൻ അല്ല ഇന്നത്തെ സെഷൻ ഉണ്ടാവുക. മറിച്ച് മീനിങ് ഫുൾ ആയിട്ടുള്ള അർത്ഥവത്തായിട്ടുള്ള ചില മെസ്സേജുകൾ പറഞ്ഞുകൊണ്ട് അധികം ഒന്നും സംസാരിക്കുന്നില്ല. ഒരു അരമണിക്കൂർ, എല്ലാ ദിവസവും ഏകദേശം ഒരു മണിക്കൂറോളം സംസാരിക്കാറുണ്ട്. ഒരു അരമണിക്കൂർ മാക്സിമം സംസാരിച്ചിട്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കും. നിങ്ങളെല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടാകും. കാരണം മെഴുകുതിരി ആവരുതെന്നാ പറയാ. എൻ്റെ ഗുരു എന്നോട് പറഞ്ഞിട്ടുള്ള കാര്യമാണ്. പക്ഷേ മെഴുകുതിരി എന്താ, വെളിച്ചം പകരുന്നതിൻ്റെ കൂടെ തന്നെ അങ്ങോട്ട് ഇല്ലാണ്ടായിപ്പോ. അപ്പം നമ്മളുടെ ഈ പറഞ്ഞിരിക്കുന്ന രൂപത്തിൽ നമ്മൾ പ്രോപ്പറായിട്ട് നല്ല രീതിയിലേക്ക് ഹെൽത്തി ആയിട്ടുള്ള രീതിയിലുള്ള ഒരു സെഷൻ എടുത്തിട്ട് എന്ത് ചെയ്യാം, നമുക്കൊന്ന് അവസാനിപ്പിക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇന്ന് നമ്മളുടെ മെഡിറ്റേഷനിൽ ലാസ്റ്റിൽ പറഞ്ഞൊരു കാര്യമുണ്ട് അല്ലേ, ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു, എന്നെയും സ്നേഹിക്കുന്നു. സ്നേഹം എന്ന് പറയുന്ന വളരെ നല്ല ഒരു മെസ്സേജ് വെച്ചിട്ടാണ് മെഡിറ്റേഷൻ അവസാനിച്ചത്. സോ സ്നേഹത്തെക്കുറിച്ച് സംസാരിക്കും. ഇവിടെ പുതുതായിട്ട് വന്നിട്ടുള്ള ആൾക്കാരോട് എല്ലാവരോടും പറയാനുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മരുന്ന് എന്ന് പറയുന്നത്
എനർജി മെഡിസിൻ എന്ന് പറയുന്ന മെഡിസിനാണ്. എന്താണ് എനർജി മെഡിസിൻ? വാട്ട് ഈസ് എനർജി മെഡിസിൻ? എനർജി മെഡിസിൻ എന്ന് പറയുന്നത് നമ്മളുടെ ലൈഫിൽ നമ്മളുടെ ശാരീരികമായിട്ടുള്ള അസുഖങ്ങളായിക്കോട്ടെ, മാനസികമായിട്ടുള്ള അസുഖങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ടുകളായിക്കോട്ടെ, ഡിപ്രഷൻ, ഇങ്ങനെയുള്ള സംഗതികളായിക്കോട്ടെ, ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്ന മറ്റുള്ള പ്രയാസങ്ങളായിക്കോട്ടെ, നല്ല അവസരങ്ങൾ ലഭിക്കാതിരിക്കുക, നല്ല സാമ്പത്തികമായിട്ട് ഉയരാതിരിക്കുക, ഇങ്ങനെ എല്ലാ സംഗതികൾക്കും ആദ്യം കൊടുക്കുന്ന, നിങ്ങൾ പ്രയാസപ്പെട്ട് ഡിപ്രഷനിലൂടെ കഴിഞ്ഞു പോവുകയാണെങ്കിൽ, തളർന്നു പോയിട്ടുണ്ടെങ്കിൽ, ഇതിനെല്ലാത്തിനും നമ്മൾ ആദ്യം നൽകുന്ന മെഡിസിൻ എന്ന് പറയുന്നത് എനർജി മെഡിസിനാണ്. സോ എനർജി മെഡിസിൻ 3-4 തരത്തിലുള്ളതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് സെൽഫ് ലവ് എന്ന് പറയുന്നത്, സ്നേഹം. ലവ് ഈസ് ദ മെഡിസിൻ. അതിൽ സെൽഫ് ലവ് ഉണ്ട്, സെൽഫ്ലെസ് ലവ് ഉണ്ട്. ഓക്കെ, അതായത് അൺകണ്ടീഷണൽ ലവ് എന്ന് പറയും. അതായത് ലവ് ഫോർ അതേഴ്സ് ആൻഡ് ലവ് ഫോർ അവർ സെൽസ്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്ന് വെച്ചാൽ സെൽഫ് ലവ്, നമ്മൾക്ക് സ്നേഹം കൊടുക്കണം. സെൽഫ് ലവ് കൊടുക്കുന്നതിൻ്റെ കൂടെ തന്നെ മറ്റൊരു എനർജി മെഡിസിൻ ആണ്. സെൽഫ് ലവ് കൊടുക്കുന്നതിന് മുൻപ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് സെൽഫ് ഫോർഗിവ്നെസ്. ഓക്കെ, നമുക്ക് ഫോർഗിവ്നെസ് കൊടുക്കുക, അതേപോലെ തന്നെ ഫോർഗിവ്നെസ് ടു അതേഴ്സ്, മറ്റുള്ളവർക്കും ഫോർഗിവ്നെസ് കൊടുക്കുക. വെറുപ്പ്, വേദന, വിഷമം മനസ്സിൽ നിന്ന് പോയാൽ മാത്രമേ നമ്മുടെ അസുഖങ്ങൾ മാറുകയുള്ളൂ, നമ്മളുടെ മനസ്സിന് സ്ട്രെങ്ത് വരികയുള്ളൂ. നമ്മുടെ മനസ്സിന്റെ സ്ട്രെങ്ത് വലിച്ചൂറ്റി കുടിക്കുന്ന, നമ്മുടെ മനസ്സിന്റെ സ്ട്രെങ്ത് വലിച്ചൂറ്റി കുടിക്കുന്ന എല്ലാ കാര്യങ്ങളിൽ നിന്നും നമ്മൾ എന്ത് ചെയ്യണം? വിട്ടു നിൽക്കണം. അപ്പോൾ അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ പ്രാക്ടീസ് ചെയ്യേണ്ട ഒരു കാര്യം സെൽഫ് ഫോർഗിവ്നെസ് ആണ്. സെൽഫ് ഫോർഗിവ്നെസ് കൊടുക്കുക, എന്നിട്ട് സെൽഫ് ലവ് കൊടുക്കുക. സെൽഫ് ഫോർഗിവ്നെസ് ആണ് ഫസ്റ്റ് മെഡിസിൻ. അതായത് സ്വയം നമ്മൾ എന്ത് ചെയ്യണം? നമ്മളെ വേദനിപ്പിക്കുന്നത് നിർത്തണം. നമ്മൾ നമ്മളോട് പറയണം, നമ്മൾ ചിലപ്പോൾ ഒരുപാട് തെറ്റ് ചെയ്തിട്ടുണ്ടാവാം, തെറ്റായ വഴിയിലൂടെ സഞ്ചരിച്ചിട്ടുണ്ടാവാം, ഒരുപാട് ദേഷ്യപ്പെട്ടിട്ടുണ്ടാവാം, വിഷമം കൊണ്ട് മറ്റു പലരെയും ഉപദ്രവിച്ചു പോയിട്ടുണ്ടാവാം. ഹേർട്ട് പീപ്പിൾ എന്ന് പറയാം. നമ്മൾ ഒരുപാട് വേദനയിലൂടെ കടന്നു പോയിട്ടുണ്ടെങ്കിൽ മറ്റു പലരെയും വേദനയിലൂടെ കടത്തിവിടാൻ നമ്മൾ കാരണമാവുന്ന പറയാം, അല്ലേ? അപ്പൊ നിങ്ങൾ ചിലപ്പോൾ ഉച്ചത്തിൽ സംസാരിച്ചിട്ട്, കടുത്ത ചില തീരുമാനങ്ങൾ എടുത്തിട്ട്, അല്ലെങ്കിൽ നിങ്ങളോട് സംസാരിച്ചവരെ നന്നായിട്ട് പച്ചയ്ക്ക് ചീത്ത വിളിച്ച് വഴക്ക് പറഞ്ഞ് അവരെ വേദനിപ്പിക്കുന്ന രീതിയിൽ സംസാരിച്ച പല സാഹചര്യങ്ങളൊക്കെ ഉണ്ടാവാം. നമുക്കൊക്കെ ചിലപ്പോൾ അതിൻ്റെയൊക്കെ ഉള്ളിലൊരു കുറ്റബോധം ചിലപ്പോൾ നിങ്ങളുടെ ഉള്ളിലുണ്ടാവാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളോട് തന്നെ, നിങ്ങൾ പലപ്പോഴും നല്ല രീതിയിൽ പലതും ചെയ്യാൻ ആഗ്രഹിച്ചു, എന്നാൽ പലതും നല്ല രീതിയിൽ ചെയ്യാൻ ആഗ്രഹിച്ച പോലെ സാധിച്ചില്ല. മറ്റു പലരും ചെയ്യുന്നത് പോലെ കണ്ടിട്ട് അവരെ പോലെ ആവാൻ കഴിയുന്നില്ലല്ലോ, എല്ലാ ദിവസവും കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന രീതിയിൽ വിഷമിച്ചിരിക്കുന്ന അവസ്ഥ നിങ്ങൾക്ക് ഉണ്ടാവാറുണ്ടോ? നിങ്ങൾ പോരാ, ഞാൻ പോരാ, എനിക്ക് വയ്യ എന്നുള്ള ഒരു അവസ്ഥയിലൂടെ നമ്മൾ കടന്നു പോകുന്നുണ്ട്, അല്ലെ? അങ്ങനെ ഉണ്ടാവാറുണ്ടോ? അങ്ങനത്തെ സംഗതികൾ ഉണ്ടാവാറുണ്ടോ? ജസ്റ്റ് കമന്റ് ഡൗൺ. ഉണ്ടാവാറുണ്ടോ? യെസ് പറയുന്നു. നമ്മൾ പലപ്പോഴും എന്താ വെച്ചാല് യെസ് കമന്റ് ഡൗൺ. മാക്സിമം ആൾക്കാർ കമന്റ് ചെയ്യുക കേട്ടോ. നിങ്ങൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകാറുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും അയാള് ഡിപ്രഷനിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്, വല്ലാത്തൊരു സ്ട്രെസ്സിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്, വിഷമത്തിലൂടെ കടന്നു പോകാൻ സാധ്യതയുണ്ട്. അപ്പൊ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ലൈഫിൽ നമുക്ക് മടി പിടിച്ചിരിക്കുന്നതായിക്കോട്ടെ, തളർന്നിരിക്കുന്നതായിക്കോട്ടെ, നമുക്ക് സ്ട്രെസ് ആയിരിക്കുന്നത്, നമ്മൾ പലപ്പോഴും നമ്മളെ മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യും. മറ്റുള്ള വസ്തുക്കളുമായിട്ടോ, മറ്റുള്ള വ്യക്തികളുമായിട്ടോ, നമ്മുടെ കൂടെ പഠിച്ചവരുമായിട്ടോ, അല്ലെങ്കിൽ വീട്ടിലുള്ളവരുമായിട്ടോ, നമ്മുടെ സഹോദരങ്ങളുമായിട്ടോ നമ്മൾ കമ്പയർ ചെയ്യും. ചുരുക്കി പറയാ, എല്ലാം കൊണ്ടും നമ്മളെ ഏറ്റവും കൂടുതൽ വേദനിപ്പിക്കുന്ന, വിഷമിപ്പിക്കുന്ന, കുറ്റപ്പെടുത്തുന്ന ഒരാളായിട്ട് നമ്മൾ മാറിയിട്ടുണ്ടാവും. നമ്മൾ വിചാരിക്കും അതൊരു നമുക്ക് കുറ്റബോധം വരുന്നത് നല്ല ക്വാളിറ്റിയാണ്, അല്ലെങ്കിൽ ഞാൻ ഇങ്ങനെ കുറ്റബോധത്തോടു കൂടി ചിന്തിക്കുന്നത് അല്ലെങ്കിൽ അതൊരു നല്ല കാര്യമാണ്. അല്ല, ആക്ച്വലി നമ്മളുടെ ഉള്ളിൽ നന്മയുള്ള മനസ്സുള്ള വ്യക്തി ഉള്ളത് കൊണ്ട് തന്നെയാണ് അങ്ങനെ ചിന്ത വരുന്നത്. പക്ഷെ അത് നമുക്ക് ഗുണം ചെയ്യില്ല, കുറ്റബോധം ഒരിക്കലും ഗുണം ചെയ്യില്ല. അപ്പോൾ നമ്മൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ അവിടെ നമ്മൾ വിഷമം ഫീൽ ചെയ്യാതിരിക്കില്ല. പലപ്പോഴും വിഷമം വരും. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? സ്നേഹത്തിന്റെ, അനുകമ്പയുടെ, ഒരു സാന്ത്വനത്തിന്റെ, കരുണയുടെ, ദയയുടെ ഒരു ഭാവത്തിൽ, ആ ഒരു സ്വഭാവത്തിൽ നമ്മളോട് നമ്മൾ പെരുമാറണം.
നമ്മൾ നമ്മളോട് പറയണം ഇറ്റ്സ് ഓക്കെ, സാരമില്ല. നമ്മൾക്ക് ഫൊർഗീവ് ചെയ്യണം, ക്ഷമിക്കണം. നമ്മൾ നമ്മളോട് ക്ഷമിക്കണം. ക്ഷമിച്ചേ പറ്റും. സാരമില്ല, വിഷമിക്കേണ്ട. നമ്മൾ നമ്മളോട് പറയുക, ഞാൻ നിന്നെ ഒരുപാട് കുറ്റപ്പെടുത്തി, ഐ എം സോറി, പ്ലീസ് ഫൊർഗീവ് മീ, എന്നോട് ക്ഷമിക്കണം. പിന്നെ പറയുക, നീ ഒരുപാട് തെറ്റുകളും മിസ്റ്റേക്സുകളൊക്കെ ചെയ്തിട്ടുണ്ടാവാം, അത് തിരിച്ചങ്ങോട്ട് പറയുക, ഐ ഫൊർഗീവ് യു, ഞാൻ നിന്നോട് ക്ഷമിച്ചിരിക്കും, സാരമില്ല. നമ്മൾ സെൽഫ് ഫൊർഗീവ്നെസ് കൊടുക്കണം, സെൽഫ് ഫൊർഗീവ്നെസ് ചോദിക്കണം. എന്നിട്ട് നമ്മൾ നമ്മളുടെ ഉള്ളിൽ എന്ത് ചെയ്യണം? ഒരു സമാധാനം കണ്ടെത്തണം. നമ്മുടെ ഉള്ളിൽ കലുഷിതമാവരുത്. സമാധാനത്തിന്റെ വഴിയിലൂടെ, സ്നേഹത്തിന്റെ വഴിയിലൂടെ, കരുണയുടെ വഴിയിലൂടെ നമ്മൾ നമ്മളിലേക്ക് ചേരുക. എനർജി മെഡിസിൻ നമ്പർ 1 ഇതാണ്. അങ്ങനെ നിങ്ങൾ നിങ്ങളോട് വിശാല സ്നേഹത്തിന്റെ ഭാഷയിലാവുമ്പോൾ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്ന ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു അവസ്ഥയുണ്ട്. ഇന്ന് മെഡിറ്റേഷൻ ചെയ്തപ്പോൾ കിട്ടിയോ? അത് കിട്ടിയോ? ലാസ്റ്റില് ശരിക്കും അത് പറഞ്ഞിരുന്നു. അപ്പോ നമ്മൾ എന്ത് ചെയ്യുന്നു? നമ്മളുടെ ഉള്ളിലെ കലുഷിതമായ ഒരു അവസ്ഥ, നമുക്ക് നമ്മളോടുള്ള ഒരു സമാധാനക്കേട്, നമുക്ക് നമ്മളോടുള്ള ഒരു പ്രയാസം, നമുക്ക് നമ്മളോടുള്ള ഒരു ഇഷ്ടക്കുറവ്, നമുക്ക് നമ്മളോടുള്ള ഒരു വിഷമം, അത് നമ്മൾ എന്ത് ചെയ്യണം? എടുത്തു കളയണം. അത് എടുത്തു കളയുമ്പോൾ നമ്മൾ നമ്മളെ ഹീൽ ചെയ്യുകയാണ്, നമ്മൾ നമ്മളെ സ്നേഹിക്കുകയാണ്, നമ്മൾ നമ്മളെ അല്ലാത്ത ഒരു അവിടെയാണ്, ആ സ്നേഹത്തിൽ നിന്നാണ് സ്ട്രെങ്ത് ഉണ്ടാവുന്നത്. ഒരാൾക്ക് എന്തും ഫേസ് ചെയ്യാനുള്ള കരുത്ത് വരുന്നത് സ്നേഹത്തിൽ നിന്നാണ്. മനസ്സിലാവുന്നുണ്ട്? ആ സ്നേഹത്തോടു കൂടി, അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്, സ്നേഹം. അടുത്തത് എന്താ വേണ്ടത്? ഈ സ്നേഹത്തിന് പുറമെ ഈ സ്നേഹം നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് നമ്മളുടെ എനർജി ഊറ്റി കുടിക്കുന്ന മറ്റൊരു കാര്യമാണ്, മറ്റുള്ളവരോട് ആരോടെങ്കിലും വെറുപ്പോ വിദ്വേഷമോ ഒക്കെ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് മാപ്പ് കൊടുക്കുക. ഫൊർഗീവ് അതേഴ്സ് ആൻഡ് ലവ് അതേഴ്സ്. മറ്റുള്ളവരെ സ്നേഹിക്കുക. എല്ലാവരെയും ഒരേപോലെ, നമ്മളെ പോലെ തന്നെ കാണുക, എന്നിട്ട് അവർക്കും സ്നേഹം കൊടുക്കുക. നമ്മുടെ ഉള്ളിൽ സ്നേഹം മാത്രം. സ്നേഹമാണ് എനർജി മെഡിസിനിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ക്ലിയർ അല്ലേ? ഓക്കെ. ഇത് കഴിഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വേണ്ട മറ്റൊരു ക്വാളിറ്റി എന്ന് പറയുന്നത് ഗ്രാറ്റിറ്റ്യൂഡാണ്. ഗ്രാറ്റിറ്റ്യൂഡ് എന്ന് വെച്ചാൽ ഓൾവേസ് ഫീൽ ഗ്രേറ്റ്ഫുൾ. സന്തോഷത്തോടു കൂടി ഇരിക്കാം. മനസ്സിലാവുന്നുണ്ടോ? എന്തൊക്കെ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. എന്തൊക്കെ നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ട് എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കുക. അതിനെക്കുറിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക, അതിനെ ബ്ലെസ് ചെയ്യുക, അതിനൊക്കെ താങ്ക്സ് പറയുക. അത് നിങ്ങൾ രാവിലെ എണീക്കുന്ന കിടക്കുന്ന ബെഡിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട്, ആ തലയിണയ്ക്ക് താങ്ക്സ് പറഞ്ഞുകൊണ്ട്, ആ ബ്ലാങ്കറ്റിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട്, അവിടെ നിന്ന് എണീറ്റിട്ട് പതിയെ നിങ്ങളെ ചെരുപ്പിടുമ്പോൾ ചെരുപ്പിന് താങ്ക്സ് പറഞ്ഞുകൊണ്ട്, എന്നിട്ട് ബാത്റൂമിലേക്ക് നടക്കുമ്പോൾ ബാത്റൂമിലുള്ള എല്ലാ സൗകര്യങ്ങൾക്കും, അല്ലെ, നിങ്ങൾ വളരെ സുഗമമായിട്ട് ടോയ്ലറ്റിൽ പോകാനും വാഷ്റൂം ഉപയോഗിക്കാനും അവിടുന്ന് വെള്ളം ഉപയോഗിക്കാനും ഒക്കെ ഉള്ള സൗകര്യങ്ങൾ അവിടെ എത്തിയിട്ടുണ്ട്. എല്ലാ സൗകര്യങ്ങൾക്കെല്ലാം നന്ദി പറഞ്ഞു. പുറത്തിറങ്ങി ബ്രഷ് പല്ല് തേക്കുമ്പോൾ നിങ്ങളുടെ ബ്രഷിന് നന്ദി പറഞ്ഞ്, അത് ചെയ്യാൻ കഴിയുന്നതിന് നന്ദി പറഞ്ഞ്, അങ്ങനെ നിങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിമിഷങ്ങൾക്കും, നിങ്ങൾ കിച്ചണിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ള ഓരോന്നിനും നന്ദി പറഞ്ഞ്, മനസ്സിലാവുന്നുണ്ട്? അങ്ങനെ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പ്രാക്ടീസ് ചെയ്യും. അടുത്തത്, ഇതിനു പുറമെ നിങ്ങൾക്ക് വേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾക്കൊരു റൈറ്റ് മൈൻഡ് സെറ്റ് നൽകുന്ന, നിങ്ങൾക്ക് എവിടേക്കാണോ പോവേണ്ടത്, എത്രയും വലിയ സ്വപ്നമാണോ നിങ്ങൾക്ക് ഉള്ളത്, അതിലേക്ക് ആവശ്യമായിട്ടുള്ള നിങ്ങളുടെ കേപ്പബിലിറ്റി, ആ ലക്ഷ്യം നേടാൻ ആവശ്യമായ കേപ്പബിലിറ്റി, കഴിവ്, നിങ്ങളുടെ ലേണിംഗ് എബിലിറ്റി, നിങ്ങളുടെ ഒരു ഏണിംഗ് എബിലിറ്റി എന്ന് പറയും. നിങ്ങൾക്ക് എന്താണോ സമ്പാദിക്കേണ്ടത്, നിങ്ങൾക്ക് എന്താണോ സൃഷ്ടിക്കേണ്ടത്, ആ സൃഷ്ടിക്കേണ്ട കാര്യത്തിന്റെ കേപ്പബിലിറ്റി, അത് സൃഷ്ടിക്കാൻ ആവശ്യമായ കഴിവ്. അപ്പൊ അത് പണമാണ് നിങ്ങൾക്ക് ഉണ്ടാക്കേണ്ടതെങ്കിൽ ഏണിംഗ് എബിലിറ്റി, പണം ഉണ്ടാക്കാനുള്ള നിങ്ങളുടെ ഒരു കഴിവ്, ആ കഴിവ് ഏത് ലെവലിലേക്കാണോ നിങ്ങൾ എത്തേണ്ടത്, ആ ഫൈനൽ റിസൾട്ട് നിങ്ങൾ മനസ്സിൽ കണ്ടിട്ട്
അത് നേടിത്തരുന്ന ഒരു കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ ജോയിൻ ചെയ്യുക. അത് മനസ്സിനുള്ളിലേക്ക് അതിങ്ങനെ തള്ളിക്കയറ്റുന്ന ഒരു എൻവയൺമെന്റിൽ നിങ്ങൾ ഇരിക്കുക. അത്തരത്തിലുള്ള ഒരാൾക്കാരിൽ നിന്ന് നിങ്ങൾ പഠിക്കുക. അങ്ങനെ നിങ്ങൾ പഠിക്കുമ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വലിയ ഒരു ചേഞ്ചിലേക്ക് നിങ്ങൾ മുന്നോട്ട് പോകും. മനസ്സിലാവുന്നുണ്ടോ? ഓക്കെ. അപ്പൊ അത് നിങ്ങൾ ഈ ഇത്രയും കാര്യങ്ങൾ മിനിമം നിങ്ങൾ ചെയ്യുക. നിങ്ങളുടെ കേപ്പബിലിറ്റി, നിങ്ങൾക്ക് എവിടേക്കാണോ എന്താണോ സൃഷ്ടിക്കേണ്ടത്, ആരാണോ ആയിത്തീരേണ്ടത്, എന്താണോ നേടിയെടുക്കേണ്ടത്, അതിലേക്ക് ആവശ്യമായ ആ കഴിവ് ഡെവലപ്പ് ചെയ്യാൻ ആവശ്യമായ ഒരു എൻവയൺമെന്റ് എവിടെയാണുള്ളത്, ഒരു കോച്ചിങ് എവിടെയാണുള്ളത്, ഒരു പരിശീലനം എവിടെയാണുള്ളത്, നിങ്ങളുടെ ലൈഫിലെ ഇപ്പോഴത്തെ അവസ്ഥയിൽ നിന്ന് നിങ്ങൾക്ക് രക്ഷപ്പെട്ട് അവിടേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ ഏത് തരത്തിലുള്ള കോച്ചിങ് ആണ്, പരിശീലനമാണ്, ഹീലിംഗ് ആണ്, തെറാപ്പിയാണ് നടക്കേണ്ടത്, അത് ആർക്കാണ് നൽകാൻ കഴിയുക, ആ നൽകാൻ കഴിയുന്ന വ്യക്തിയുടെ അടുത്ത് പോയിട്ട് എത്ര പണം കൊടുത്തിട്ടാണെങ്കിലും അത് പഠിച്ചെടുക്കുക, പരിശീലനത്തിന്റെ ഭാഗമാവുക, എന്നിട്ട് ലക്ഷ്യത്തിലേക്ക് നിങ്ങൾ യാത്ര തുടർന്നുകൊണ്ടേയിരിക്കാം. ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, പല ആൾക്കാരും ചെയ്യുന്നൊരു മിസ്റ്റേക്ക് ഉണ്ട്. ഫ്രീ ആയിട്ടുള്ള ക്ലാസ്സുകൾ മാത്രം കേൾക്കുന്നു, അതേപോലെ തന്നെ യൂട്യൂബിലെ വീഡിയോസ് മാത്രം കാണുന്നു. അതാണ് ബുദ്ധി, പണം കൊടുത്ത് പഠിക്കുന്നത് ബുദ്ധിയല്ല എന്ന് ചിന്തിക്കുന്നുണ്ടെങ്കിൽ ഏറ്റവും വലിയ വിഡി നിങ്ങളാണ്. കാരണം സമയം കഴിഞ്ഞു പോകും, എവിടെയും എത്തില്ല. എത്രയോ ആൾക്കാർ ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നവരുണ്ട്. പണം മുടക്കാൻ മടിയാണ്. അപ്പൊ നമ്മൾക്ക് ലഭിക്കുന്ന പണത്തിന്റെ 80% അല്ലെങ്കിൽ നല്ലൊരു ശതമാനം, മിനിമം ഒരു 60% നമ്മുടെ ചെലവ് കഴിഞ്ഞിട്ട് നമുക്ക് ബാക്കി വരുന്ന പണത്തിന്റെ 60% നമ്മൾ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കണം എന്നാ പറയാം. അങ്ങനെ നിങ്ങൾ പഠനത്തിന് വേണ്ടിയിട്ട് മാറ്റിവെക്കുമ്പോൾ നിങ്ങളുടെ കഴിവ് അപാരമായിട്ട് ഡെവലപ്പ് ആവുകയും നിങ്ങളുടെ ലൈഫ് ടോട്ടലി ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ വാഹനം ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ ബിസിനസ് ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ വരുമാനം ചേഞ്ച് ചെയ്യാൻ, നിങ്ങളുടെ വീട് നിങ്ങൾ ആഗ്രഹിക്കുന്ന വീട് ആക്കി മാറ്റാൻ, നിങ്ങൾ ധരിക്കുന്ന വസ്ത്രം, നിങ്ങൾ ഉപയോഗിക്കുന്ന എല്ലാ കാര്യങ്ങളും കംപ്ലീറ്റ്ലി ചേഞ്ച് ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റും. മനസ്സിലാവുന്നുണ്ട്? അത്തരത്തിലുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുന്ന ഒരു സാഹചര്യത്തിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യണം? വളരണം. അപ്പൊ അത്തരത്തിലുള്ള രീതിയിലേക്ക് നിങ്ങൾക്ക് വളരാൻ കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാൽ നോ ഡൗട്ട് അബൌട്ട് ദാറ്റ് യു വിൽ ട്രാൻസ്ഫോം. നിങ്ങളുടെ ലൈഫ് കംപ്ലീറ്റ്ലി ചേഞ്ച് ആവും. സോ നിങ്ങളുടെ മൈൻഡ് സെറ്റ് ചേഞ്ച് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിനു വേണ്ടിയിട്ട് നിങ്ങൾ കീപ്പ് ചെയ്യേണ്ട കുറച്ച് മൈൻഡ് സെറ്റ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട മൈൻഡ് സെറ്റ് ആണ് നിങ്ങളെ എന്തായിരിക്കണം? റെഫ്യൂസ് ടു റാഷണലൈസ് ആൻഡ് മേക്ക് എക്സ്ക്യൂസസ്. നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ എക്സ്ക്യൂസസ് പറയുന്നത് നിർത്തണം. എക്സ്ക്യൂസസ് പറയുന്നത് നിർത്തണം. നമ്മൾ പലപ്പോഴും നെഗറ്റീവായിട്ട് പോകുന്നതിന്റെ കാരണം റാഷണലൈസേഷൻ ആണ്. റാഷണലൈസേഷൻ എന്ന് പറയുന്നത് എന്താ? ഒരു സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എല്ലാ കാര്യങ്ങൾക്കും നമ്മൾ കണ്ടെത്താം. അതായത് സമൂഹം അംഗീകരിക്കുന്ന, സമൂഹത്തിന്റെ ഇടയിൽ നോർമൽ ആണെന്ന് തോന്നുന്ന, നമ്മുടെ എപ്പോഴും നമ്മുടെ മൊറാലിറ്റി എടുത്തിട്ട് നമ്മൾ പരിശോധിക്കും. ഞാൻ സമൂഹത്തിനെതിരായിട്ടാണല്ലോ, സമൂഹം നമുക്ക് വരച്ചു വന്ന ഒരു സംഗതിയുണ്ട്. ആ ട്രാപ്പിനുള്ളിലാണ് നമ്മൾ. സമൂഹം നമുക്ക് തന്നിരിക്കുന്ന ഒരു ലൈഫ് ഉണ്ട് അല്ലെ, സക്സസ്ഫുൾ ആയിട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 35 വയസ്സ് 40 ആകുമ്പോഴേക്കും ഒരു വീട് വെക്കണം അല്ലെ, സെറ്റിൽ ആവണം, അതല്ലെങ്കിൽ എന്തായിരിക്കണം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണം, സംഗതികൾ ചെയ്യണം, മക്കളെ നല്ല രീതിയിൽ പഠിപ്പിക്കാൻ പറ്റണം. സമൂഹം ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു സക്സസ്ഫുൾ ലൈഫ് ഉണ്ട്. ഇല്ലെങ്കിൽ നിങ്ങൾ പരാജിതനാണ്,
നിങ്ങൾ പോരാ, നിങ്ങൾ ശരി, ഒരു ജോലി വേണം, അതിലിങ്ങനെ സ്ഥിരമായിട്ട് അതിലൊരു വരുമാനം വേണം, കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആവണം. ഈ കാര്യങ്ങൾ പലപ്പോഴും നമ്മൾ അച്ചീവ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മൾ നമ്മളെ കാണുന്ന ഒരു സംഗതിയുണ്ട്. അല്ലെങ്കിൽ ലൈഫ് ഇങ്ങനെ, നമ്മൾ ഒരു മാരേജ്, അല്ലെങ്കിൽ നമ്മുടെ ഒരു മാരേജ് കഴിഞ്ഞു, അവിടെ നമ്മൾ ഹാപ്പി ആയിട്ട് ഇങ്ങനെ പോകണം, അല്ലെങ്കിൽ നമുക്ക് അവിടെ മക്കളുണ്ടാവണം, അല്ലെങ്കിൽ അവിടെ അവരും നല്ല രീതിയിലേക്ക് ഇങ്ങനെ എന്ത് തന്നെയാണെങ്കിലും, അതായത് അവിടെ വേറൊന്നും സംഭവിക്കാൻ പാടില്ല. എത്ര പ്രശ്നങ്ങളുണ്ടെങ്കിലും സമൂഹം പഠിപ്പിക്കുന്ന ഒരു കാര്യമാണെന്ന് വെച്ചാൽ, ജീവിത പങ്കാളി എത്ര ടോക്സിക് ആണെങ്കിലും അയാളുടെ കൂടെ തന്നെ ജീവിച്ച് ജീവിതം തീർക്കണം. ശരിയല്ലേ? ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ നിറഞ്ഞിട്ടുള്ള, അതായത് പലപ്പോഴും എന്ന് വെച്ചാൽ അങ്ങനെ പല രീതിയിൽ സൊസൈറ്റിയിൽ ഒരു എക്സ്പെക്ടേഷൻസ് ഉണ്ടാവും. ആ എക്സ്പെക്ടേഷൻസിനനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതുപോലെയല്ലല്ലോ ഞാൻ ജീവിക്കുന്നത് പറയുമ്പോൾ നമുക്കൊരു ഒറ്റപ്പെടൽ ഫീൽ ചെയ്യും. അവർ നമ്മളെ കുറിച്ച് എന്ത് ജഡ്ജ് ചെയ്യും? അവരുടെ കാഴ്ചപ്പാടിൽ നമ്മൾ പരാജിതരാണല്ലോ. ഈ തിങ്കിങ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? പേടിക്കും, ഭയപ്പെടും. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അവരുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ച് ജീവിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ശ്രമിക്കും. ആ സമയത്ത് സംഭവിക്കുന്നതാണ് റാഷണലൈസേഷൻ. സോഷ്യലി അക്സെപ്റ്റബിൾ ആയിട്ടുള്ള ഒരു എക്സ്പ്ലനേഷൻ എല്ലാത്തിനും കൊടുക്കുക, എല്ലാത്തിനും കാണാൻ ശ്രമിക്കുക. മനസ്സിലാവുന്നുണ്ട്? അപ്പൊ നമ്മൾ എന്താ വെച്ചാല് ഒരു റാഷണൽ ആയിട്ട് സംസാരിക്കുക. നമ്മൾ പലപ്പോഴും എക്സ്ക്യൂസസ് പറയുന്ന ഒരു അവസ്ഥ വരിക. നമ്മൾ പേടിക്കുന്നത് കൊണ്ട്, മറ്റുള്ളവരെന്ത് വിചാരിക്കുമെന്ന് ഭയപ്പെടുന്നത് കൊണ്ട് പല കാര്യങ്ങളും നമ്മൾ ചെയ്തില്ല. കാരണം പരാജയപ്പെട്ടു പോകുമോ? മറ്റുള്ളവരെ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? യെസ് ഓർ നോ? യെസ് ഓർ നോ? മറ്റുള്ളവർ എന്നെ കുറിച്ച് എന്ത് ചിന്തിക്കും? അതിന്റെ പേരിൽ ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തില്ല. കാരണം ഞാൻ ആ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് പരാജയപ്പെട്ടാലോ? അവരുടെ മുൻപിൽ ഞാനൊരു വിഡ്ഢിയായി പോവില്ലേ? ഒന്നും അറിയാത്തവനായി പോവില്ലേ? അങ്ങനെയൊന്നും നിൽക്കരുത്. നമ്മൾ എന്താ വെച്ചാൽ റാഷണലൈസേഷൻ, അവരുടെ മുൻപിൽ എന്ന് വെച്ചാൽ ഇതിനൊന്നും നിൽക്കരുത്. യു ഡു യു. നിങ്ങളായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ എന്ത് ചെയ്യണം. അപ്പോൾ പ്രശ്നങ്ങളുണ്ടാകും, പ്രയാസങ്ങളുണ്ടാകും, പ്രതിസന്ധികളുണ്ടാകും. ബട്ട് യുവർ ലൈഫ് ഈസ് യുവർ ലൈഫ്. മനസ്സിലാകുന്നുണ്ടോ? അപ്പൊ നമുക്ക് ആ ചിന്ത എങ്ങനെ മാറ്റാൻ കഴിയുമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്ത് ചെയ്യണം? സോ നമ്മൾ ഈ റാഷണലൈസേഷൻ നമ്മൾ നടത്തുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമ്മൾ നമ്മുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കാൻ തയ്യാറല്ലാത്തത് കൊണ്ടാണ്. നമ്മൾ നമ്മളുടെ ലൈഫിന്റെ റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കണം. സമൂഹം ഇങ്ങനെയാണ് ചിന്തിക്കുന്നത്, സമൂഹം ഈ രൂപത്തിലാണ് ജഡ്ജ് ചെയ്യുന്നത്, സമൂഹം ഈ സംഗതികൾ ഇങ്ങനെയാണ് കാണുന്നത്, അതുകൊണ്ട് ഞാൻ അതിനനുസരിച്ച് നമ്മൾ ഇങ്ങനെയല്ലേ പോകേണ്ടത്, ഇങ്ങനെയല്ലേ ചിന്തിക്കേണ്ടത്, ഇങ്ങനെയല്ലേ കാണേണ്ടത്, ഇങ്ങനെയല്ലേ പ്രവർത്തിക്കേണ്ടത്. എന്നിട്ട് നമ്മൾ പലപ്പോഴും നമ്മളുടെ ഭയം മൂലം നമുക്ക് ഭയപ്പെടണം. നമ്മുടെ ജീവിതം നിയന്ത്രിക്കുന്നത് നമ്മുടെ ചുറ്റിലുമുള്ള 30 പേര്, അതറിയും. 30 പേരാണ് നിങ്ങളുടെ ജീവിതം നിയന്ത്രിക്കുന്നത്. ആരാണ് 30 പേര്? നിങ്ങൾ എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞു കഴിഞ്ഞാൽ അതൊരു നാണക്കേടാവും, തെറ്റ് നിങ്ങൾക്ക് സംഭവിച്ചു കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് നാണക്കേടാവും തോന്നുന്ന, അല്ലെങ്കിൽ അവരെന്നെ പറ്റി ജഡ്ജ് ചെയ്യും എന്ന് നിങ്ങൾക്ക് തോന്നുന്ന, നിങ്ങൾക്ക് നാണക്കേടാവുന്നോ അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് നാണക്കേടാവുന്നോ എന്നുള്ളതിന്റെ പേരിൽ നിങ്ങൾ എന്ത് ചെയ്യുന്നു? പേടിച്ച് നിങ്ങളുടെ ആഗ്രഹങ്ങളുടെ പിന്നാലെ പോയില്ല. അവര് നിങ്ങളെപ്പറ്റി എന്ത് വിചാരിക്കും എന്ന് ചിന്തിച്ചുകൊണ്ട്. അത് ആരൊക്കെയാണ്? നിങ്ങളുടെ ജീവിത പങ്കാളിയാവാം, നിങ്ങളുടെ മക്കളാവാം, നിങ്ങളുടെ മാതാപിതാക്കളാവാം, നിങ്ങളുടെ സഹോദരങ്ങളാവാം, നിങ്ങളുടെ സിബ്ലിങ്സ് ആവാം, നിങ്ങളുടെ കസിൻസ് ആവാം, നിങ്ങളുടെ റിലേറ്റീവ്സ് ആവാം, നിങ്ങളുടെ എന്താ പറയുക, കൊച്ചാപ്പയാവാം, അച്ഛനാവാം, ചെറച്ചനാവാം, വല്യച്ഛനാവാം, ലൈക്കിനോ, മനസ്സിലാവുന്നുണ്ടോ? ഉപ്പാന്റെ ജ്യേഷ്ഠനാവാം, ഉമ്മയുടെ ബന്ധുക്കളാവാം, ഇങ്ങനെ ആരുമാവാം, അങ്കിൾ ആയിക്കോട്ടെ, ആന്റിമാരായിക്കോട്ടെ, ഇവരൊക്കെ. ഇതാണ് ആ 30 പേര്. ഈ 30 പേരെ പേടിച്ച്, പിന്നെ കുറച്ച് നാട്ടുകാർ, കുറച്ച് അയൽവാസികൾ, അല്ലെ? ഇവരുടെ മുൻപിൽ ഞാൻ എന്തായി പോകും എന്ന പേടിച്ച് 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 പേടിച്ച്
ഒന്നും ചെയ്യാതെ ഇന്ന് ഈ പറഞ്ഞിരിക്കുന്ന ആൾക്കാർ ആരെങ്കിലും നിങ്ങളുടെ വീട്ടിലേക്ക് ഈ പറഞ്ഞിരിക്കുന്ന, ഞാൻ പറയുന്ന അവരെ ധിക്കരിച്ചു പോകണം എന്നല്ല, അവരെ പേടിച്ച് ശരിയായൊരു കാര്യം ചെയ്യാതിരിക്കണ്ട. നിങ്ങൾ തെറ്റായ വഴികളിലൂടെ സഞ്ചരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അവരെ ധിക്കരിച്ചു കൊണ്ടുപോകണം എന്നല്ല ഞാൻ പറഞ്ഞു. നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം, അവർ നിങ്ങളെ ഭയപ്പെടുത്തുമോ, അവരെ പേടിച്ചിട്ട് ചിന്തിച്ചു കൂട്ടിയിട്ട് ചിലപ്പോൾ ഇങ്ങനെ ഒന്നും ചിന്തിക്കുന്നുണ്ടാവില്ല, എന്നാലും നമ്മൾ ഇരുന്ന് ചിന്തിക്കും ചിലപ്പോൾ. സോ ഡോണ്ട് സ്കേഡ്. അപ്പൊ 30 ആൾക്കാരെ പേടിച്ചു നിങ്ങൾ നിന്ന് കഴിഞ്ഞാൽ നിങ്ങളുടെ ലൈഫ് അവിടെ തീരും. ഓക്കെ. മറിച്ച് നിങ്ങൾ എന്ന് വെച്ചാൽ 30 വയസ്സ് വരെ നിങ്ങൾക്ക് യുവത്വം ഉണ്ടാവുള്ളൂ. 30 ആൾക്കാരെ പേടിച്ചാൽ 30 വയസ്സ് വരെ യുവത്വം ഉണ്ടാവുള്ളൂ. 30-ന് ശേഷം നിങ്ങൾക്ക് യുവത്വമല്ല, പിന്നെ നിങ്ങൾക്ക് പ്രായമായി, പ്രാരാബ്ധമായി. ആരെ പേടിച്ചിട്ടാ? ഈ 30 ആൾക്കാരെ പേടിച്ചിട്ടാണ് ഈ പ്രാരാബ്ധമൊക്കെ ആയത്. ഈ 30 പേര് നിങ്ങൾ തൽക്കാലത്തേക്കൊന്നും ഇഗ്നോർ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളുടേതായിട്ടുള്ള ലക്ഷ്യത്തിന്റെ പുറകിൽ നിങ്ങൾ പോയി കഴിഞ്ഞാൽ 30,000 ആൾക്കാർ നിങ്ങളെ സ്വീകരിക്കാനുണ്ട്, നിങ്ങളുടെ ആ കഴിവ് മനസ്സിലാക്കാനുണ്ട്. 3 ലക്ഷം ആൾക്കാർ നിങ്ങളെ സപ്പോർട്ട് ചെയ്യും. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ തിരിച്ചറിയുക, നിങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ് അവർക്ക് ഉണ്ടാവില്ല. കാരണം അവരിൽ നിന്ന് നിങ്ങൾ വ്യത്യസ്തനാണ്. വ്യത്യസ്തമായ കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ ഇറങ്ങി തിരിച്ചപ്പെട്ടു. അതിനെന്ത് ചെയ്യണം? റാഷണലൈസ് ചെയ്ത് നിർത്തുക, എക്സ്ക്യൂസസ് പറയുന്ന നിർത്തുക. നിങ്ങൾ ഭയപ്പെടുന്നത് ആരെയാണ് എന്നുള്ളത് തിരിച്ചറിയുക. ആരുടെ ജഡ്ജ്മെന്റ് ആണ് നിങ്ങൾ ഭയപ്പെടുന്നത്? അതിനെ നിങ്ങൾ തിരിച്ചറിഞ്ഞ് മറികടക്കണം. അതുകൊണ്ട് തന്നെ നിങ്ങൾ എന്ത് ചെയ്യണം? റൈസ് എബവ് ദ ഒപ്പീനിയൻസ് ഓഫ് അതേഴ്സ്. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങൾക്ക് മുകളിൽ നിങ്ങൾ ഉയരണം. അവര് നിങ്ങളെപ്പറ്റി പറയുന്നു, നിങ്ങളെ കൊണ്ട് ഇത്രേ പറ്റുള്ളൂ, അല്ലെ നീ ഇങ്ങനെയാണ്, നീ ഇതാണ്, നീ അത് ചെയ്തു, നീ ഇത് ചെയ്തു, നീ കുറേ കാര്യങ്ങളുടെ പിന്നാലെ പോയി. ഡോണ്ട് ലിസൺ ടു ദാറ്റ്. അത് കേൾക്കാൻ നിൽക്കരുത്. നിങ്ങൾക്ക് എന്താണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അത് മാത്രം നിങ്ങൾ കേൾക്കുക. നിങ്ങളുടെ ലക്ഷ്യത്തെക്കുറിച്ച്, നിങ്ങളെ ലക്ഷ്യത്തിന് സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാർ ആരാണ്, അവർക്ക് എന്താണ് പറയാനുള്ളത്, നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് എത്തിച്ചു തരാൻ സഹായിക്കുന്നവർ ആരാണ്, അതെന്നെ കേട്ടുകൊണ്ടേയിരിക്കുക. നിങ്ങൾ നിങ്ങളെ പ്രൊട്ടക്ട് ചെയ്യുക. നിങ്ങളുടെ ചെവികളെ നിങ്ങൾ പ്രൊട്ടക്ട് ചെയ്യണം, സംരക്ഷിക്കണം. നിങ്ങൾ സംരക്ഷിച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? നിങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റുള്ളൂ. നിങ്ങളുടെ ചെവിയിലേക്ക് നിങ്ങൾ വേറെ പലതും കേട്ട് കഴിഞ്ഞു കഴിഞ്ഞാൽ, മോശം ഈ പറഞ്ഞ നെഗറ്റീവായ കാര്യങ്ങളുള്ള പോലുള്ള പല കാര്യങ്ങളും കേട്ട് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അത് കേട്ട് കഴിഞ്ഞാൽ നിങ്ങൾ അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾ അങ്ങനെ പോയിക്കൊണ്ടിരിക്കും. നമ്മൾ എന്താണോ കേൾക്കുന്നത്, നമ്മൾ എന്താണോ കാണുന്നത്, നമുക്ക് എന്താണോ എനർജി കിട്ടുന്നത്, ഈ യൂണിവേഴ്സ് വർക്ക് ചെയ്യുന്ന എനർജിയെ ബേസ് ചെയ്തിട്ടാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടുള്ള ആൾക്കാരുടെ കൂടെ, സ്വപ്നങ്ങളുടെ പിറകെ പോകുന്ന ആൾക്കാരുടെ കൂടെ, നിങ്ങളുടെ അതേ സ്വപ്നങ്ങളെ പറ്റി ചിന്തിക്കുന്ന, ചർച്ച ചെയ്യുന്ന, അറ്റ്ലീസ്റ്റ് നമ്മളുടെ പോലുള്ള ഗ്രൂപ്പുകളിലൊക്കെ വളരെ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും പാർട്ടിസിപ്പേറ്റ് ചെയ്യുകയും ആ എനർജിയിൽ എപ്പോഴും ഇങ്ങനെ ലൈവായിട്ട് നിൽക്കുകയും, ചർച്ചകളൊക്കെ വരുമ്പോൾ ആക്റ്റീവായിട്ട് പങ്കെടുക്കുകയും, മീറ്റപ്പ് ഒക്കെ വരുന്ന സമയത്ത് അതിന്റെ ഭാഗമായിട്ട് വരികയും ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ ഓട്ടോമാറ്റിക്കലി, നമ്മളെല്ലാവരും ഒരു വലിയ ലക്ഷ്യത്തിന് പോകുന്ന ഡ്രീംസ് ഉള്ള യങ് മൈൻഡ് ആയിട്ടുള്ള, ക്രേസി ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റിൽ, എനർജിയിൽ നിങ്ങളും വരികയെന്നു, നിങ്ങൾ വരുന്നു, നിങ്ങളുടെ എനർജി ഒറ്റയടിക്കതായി മാറും. മറിച്ച് നിങ്ങൾ എന്ത് ചെയ്യാണ്? ഇതിനൊന്നും നിങ്ങൾ പോകുന്നില്ല, നിങ്ങളൊന്നും ചെയ്യുന്നില്ല, നിങ്ങൾ ഒറ്റയ്ക്ക് ഇരിക്കുകയാണ്, അനങ്ങാതിരിക്കുകയാണ്, വെറുതെ ഇരിക്കുകയാണ്. ഇതിനൊക്കെ പുറമെ നിങ്ങളുടെ ചുറ്റിലുള്ള ഈ 30 ആൾക്കാർ നെഗറ്റീവ് എനർജിയും ഡൗൺ ആക്കുന്ന അവസ്ഥയും സംഗതികളും കാര്യങ്ങളും ആണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ എനർജി അവരെ പോലെയാവും. ഈ ലോകം ഭരിക്കുന്നത് എനർജിയിലാണ്. ദിസ് വേൾഡ് ഈസ് ഫുൾ ഓഫ് എനർജി. നിങ്ങൾ ഏത് എനർജിയാണോ ക്യാരി ചെയ്യുന്നത്, കാരണം നിങ്ങൾ ഏത് എനർജിയുടെ കൂടെ ചേർന്ന് നോക്കും, ആ എനർജി നിങ്ങൾക്ക് എന്ത് ചെയ്യും? പകരും. ആ എനർജിക്ക് അനുസരിച്ച് നിങ്ങൾ എന്ത് ചെയ്യും? മൂവ് ചെയ്യാൻ തുടങ്ങും. നിങ്ങൾ ഒരാളുടെ കൂടെ നടക്കാൻ ഇറങ്ങി, ഒരാൾ നല്ല സ്പീഡിലാണ് നടക്കുന്നത്, പക്ഷെ നിങ്ങൾ വളരെ സാവധാനത്തിൽ നടക്കുന്ന ഒരാളായിരുന്നു. അറിയാതെ നിങ്ങളുടെ സ്പീഡ് കൂടില്ലേ? സ്പീഡ് കൂടില്ലേ? കൂടില്ല, അതുവരെ വഴിയില്ല. ഇറ്റ്സ് കോൾഡ് എനർജി ഫ്രീക്വൻസി നമ്മളെ ബാധിക്കുന്ന ഒരവസ്ഥയാണ്. നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ ഹയർ എനർജിയുള്ള
ഫാസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, ഡെഡിക്കേറ്റഡ് ആയിട്ട് വർക്ക് ചെയ്യുന്ന, സ്വപ്നങ്ങളിലേക്ക് നിരന്തരം പോകുന്ന ആൾക്കാരുടെ കൂടെ കൂടുക. അവരെ പോലെ ആയി പോകും നമ്മൾ. കേട്ടിട്ടില്ലേ, ചാരിയാൽ ചാരിയത് മണക്കും. അപ്പൊ ഈ വീട്ടിലിരുന്ന് ഈ സോഷ്യൽ മീഡിയയിൽ ഈ ക്ലാസ് മാത്രം ഇവിടെ ഇരുന്ന് ഇങ്ങനെ കേട്ടാൽ മാത്രം പോരാ. ഈ നമ്മുടെ ക്ലാസ്സുകളൊക്കെ കേൾക്കണം. അതൊരു എനർജിയാണ്, കേൾക്കണം. അതിന് പുറമെ എന്തായിരിക്കണം, പ്രോഗ്രാമുകളൊക്കെ ഉണ്ടാകുമ്പോൾ വരണം, പെയ്ഡ് കോഴ്സുകളിലേക്ക് വരണം. സീരിയസ് ആയിട്ട് എന്ത് ചെയ്യുക, അത്തരത്തിലുള്ള ആൾക്കാരുടെ കൂടെ യാത്ര ചെയ്യാൻ താല്പര്യം കാണിക്കുക. അതിനു വേണ്ടിയിട്ട് പണം മുടക്കുക, അതിനു വേണ്ടിയിട്ട് സമയം മാറ്റിവെക്കുക, അതിനു വേണ്ടിയിട്ട് എഫേർട്ട് എടുക്കുക. ഈ 30-ാം തീയതി നമ്മളുടെ ഒരു കോഴ്സ് വരുന്നുണ്ട്, EFT പ്രോഗ്രാം. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എന്ന് വിചാരിക്കുന്നു. അപ്പൊ EFT പ്രോഗ്രാമിലേക്ക് നിങ്ങൾ വരിക. EFT പ്രോഗ്രാമിലേക്ക് വന്നിട്ട് 30 days കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഒരു നമ്മളുടെ EFT പ്രോഗ്രാമിലേക്ക് വന്നിട്ട് നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് അത് ലേൺ ചെയ്യുന്നു, പഠിക്കുന്നു, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നു. അതിൽ 10 days നമ്മളുടെ കൂടെ തന്നെ നിങ്ങൾ കൂടിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ എനർജി ഷിഫ്റ്റിംഗ് നടക്കുന്നു. ഹയർ ലെവലിൽ ചിന്തിക്കുന്ന, ഫൊർഗീവ്നെസ് പ്രാക്ടീസ് ചെയ്യുന്ന, ബാക്കി കംപ്ലീറ്റ് കാര്യങ്ങളെന്ന് വെച്ചാൽ നിങ്ങളെ ഷിഫ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു സംഗതിയാണ്. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അങ്ങനെ പങ്കെടുക്കാൻ താല്പര്യമുള്ളവർക്ക് എന്ത് ചെയ്യാം, അതിലേക്ക് വരാം, പങ്കെടുക്കാം. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ്. നിങ്ങൾക്ക് നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതിയാണ്. കം ടു ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. നിങ്ങളുടെ ലൈഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ചേഞ്ച് ചെയ്യാം. മനസ്സിലാവുന്നുണ്ടോ? അപ്പൊ അത് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ നല്ല രീതിയിലേക്ക് ഡെഡിക്കേറ്റഡ് ആയിട്ട് ചെയ്യുന്ന ആൾക്കാർക്ക് എന്ത് ചെയ്യും, ഈ പറഞ്ഞിരിക്കുന്ന നമ്മുടെ പ്രോഗ്രാമിലേക്ക് നിങ്ങൾക്ക് വരാം. അതിലൂടെ പഠിച്ചെടുക്കുകയും ചെയ്യും. അപ്പൊ അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ താഴെ കൊടുക്കുന്നുണ്ട്. കോൺടാക്ട് ചെയ്യേണ്ട നമ്പറും സംഗതികളൊക്കെ നമ്പർ കൊടുക്കുന്നുണ്ട്. എല്ലാ ദിവസവും പറയുന്നത് പോലെ, വെൻ യു ടേക്ക് ഡിസിഷൻസ് യുവർ ലൈഫ് സ്റ്റാർട്ട്സ് ടു ചേഞ്ച്. നമ്മൾ തീരുമാനം എടുക്കുമ്പോഴാണ് നമ്മുടെ ജീവിതം മാറ്റിമറിയുന്നത്. എന്താണ് ആ തീരുമാനം? എൻ്റെ ലൈഫ് എനിക്ക് ചേഞ്ച് ചെയ്യണം എന്നുള്ള തീരുമാനം. നിങ്ങൾ ആരെങ്കിലും എന്തെങ്കിലും പ്രതിസന്ധികളിലൂടെയോ ട്രോമയിലൂടെയോ പ്രയാസങ്ങളിലൂടെയൊക്കെ കടന്നു പോകുന്നുണ്ട് എങ്കിൽ വിഷമിക്കേണ്ട. നല്ല രീതിയിലേക്ക് ആ ട്രോമാസ് എല്ലാം ഹീൽ ചെയ്ത് നമുക്ക് എന്ത് ചെയ്യാം, മുന്നോട്ട് പോകാം. അപ്പോൾ ഈ ഒരു 30 days പ്രോഗ്രാമിൽ, EFT പ്രോഗ്രാമിൽ കംപ്ലീറ്റ്ലി ചെയ്യുന്നത് എന്താണ്, നിങ്ങളുടെ ചൈൽഡ്ഹുഡ് ട്രോമാസിനെ ഐഡന്റിഫൈ ചെയ്തിട്ട് അത് ഹീൽ ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങളെ പഠിപ്പിക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ അത് 10 ദിവസത്തെ ഇന്റൻസീവ് ആയിട്ടുള്ള ലൈവ് സൂം സെഷൻസ് ഉണ്ടാവും. പുറമെ നിങ്ങൾക്കൊരു കോച്ചിനെ അസൈൻ ചെയ്ത് തരും, ഒരു ഹീലറെ. അപ്പൊ അവർ നിങ്ങൾക്ക് ഹീൽ ചെയ്ത് തരും. പുറമെ നമുക്ക് ഹീലിംഗ് കമ്മ്യൂണിറ്റി ഉണ്ട് നമ്മളുടെ. ആ ഹീലിംഗ് കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾ മെമ്പർ ആവുന്നതോടുകൂടി ആഴ്ചയിൽ 3 ദിവസം ലൈവ് ആയിട്ടുള്ള ഹീലിംഗ് സെഷൻസ് ഉണ്ടാകും. ഞാൻ നേരിട്ട് തന്നെയാണ് ചെയ്യുന്നത്, അതേപോലെ തന്നെ നമ്മുടെ ഹീലേഴ്സും ചെയ്യും. അങ്ങനെ നിങ്ങൾക്ക് ഹീലിംഗ് കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ട് വരാം. പിന്നെ നിങ്ങൾക്ക് കുറേ ചിട്ടകൾ പാലിക്കാൻ വേണ്ടിയിട്ട് കുറേ കാര്യങ്ങൾ നിങ്ങൾക്ക് ചെയ്തു തരും, പഠിപ്പിച്ചു തരും. അതൊക്കെ നിങ്ങൾ കറക്റ്റായിട്ട് പ്ലാൻ ചെയ്ത് കഴിഞ്ഞാൽ, ആ പ്രാക്ടീസസ് കറക്റ്റായിട്ട് പോയി കഴിഞ്ഞാൽ നോ ഡൗട്ട് നിങ്ങളുടെ ട്രോമാസ് എല്ലാം ഹീൽ ചെയ്യാം. തെറാപ്പികളിലൂടെ നിങ്ങൾക്ക് എന്ന് വെച്ചാൽ അത് ഹീൽ ചെയ്തെടുക്കാം. അത് മാത്രമല്ല, ദെൻ യു ക്യാൻ ആൾസോ കംപ്ലീറ്റ്ലി ട്രാൻസ്ഫോം. നിങ്ങളുടെ ഒരു പുതിയ ബ്രൈറ്റ് ഫ്യൂച്ചർ നിങ്ങൾക്ക് സെറ്റ് ചെയ്തെടുക്കാനും പറ്റും. ഇതിനെല്ലാം സഹായിക്കുന്ന പ്രോഗ്രാമാണ് കം ടു ദ പ്രോഗ്രാം ആൻഡ് ചേഞ്ച് യുവർ ലൈഫ്. ഈ വരുന്ന 30-ാം തീയതിയാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പം പങ്കെടുക്കാൻ താല്പര്യമുള്ളവരൊക്കെ എന്തായാലും വരണം. ഇനി മറ്റൊരു കാര്യമുള്ളത്, ലാസ്റ്റ് പറയാനുള്ള ഒരു പോയിന്റ് എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റി. റിയലൈസ് ദാറ്റ് നോ വൺ എൽസ് ഈസ് റെസ്പോൺസിബിൾ. നമ്മളല്ലാതെ വേറെ ആരും നമ്മുടെ ജീവിതത്തിന് നമുക്ക് എന്തില്ല, ഉത്തരവാദിത്തം ഇല്ല. അവരല്ല ഉത്തരവാദികൾ, നമ്മളാണ്. നെഗറ്റീവ് ഇമോഷൻസ് നമ്മൾ ഫീൽ ചെയ്യുന്നതായിക്കോട്ടെ, നമ്മളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം നമ്മൾ ബ്ലെയിം ചെയ്യും എന്നുള്ളതാണ്. ഈ ബ്ലെയിമിങ് ചെയ്യുന്നത്, മറ്റുള്ളവരെ ബ്ലെയിം ചെയ്യുന്ന സ്വഭാവം നമുക്കുണ്ട്. നമുക്ക് വേദന വരുമ്പോൾ, സങ്കടം വരും, മറ്റുള്ളവർ വേദനിപ്പിച്ചിട്ടുണ്ടാകാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് വെച്ചാൽ, മറ്റുള്ളവർ നമ്മളെ വേദനിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ അതിന്റെ കാരണം നമ്മൾ തന്നെയാണ്. അതെങ്ങനെയാണ്? ഒന്നുകിൽ അവരെ വേദനിപ്പിക്കാൻ അവസരത്തിന് വേണ്ടി നമ്മൾ നിന്നുകൊടുത്തു, അല്ലേ? നമ്മൾ നിന്നു കൊടുത്തത് കൊണ്ടാണ് അവർ നമ്മളെ വേദനിപ്പിച്ചത്. ഒന്നുകിൽ എന്നോ ഇട്ടെറിഞ്ഞ് പോകേണ്ടതായിരുന്നു, ഒഴിവാക്കേണ്ടതായിരുന്നു, അവരിൽ നിന്ന് മാറി നിൽക്കേണ്ടതായിരുന്നു. മാറി നിൽക്കാതെ അവിടെ നിന്നുകൊണ്ടാണ് ഒരു കാരണം. രണ്ടാമത്തെ കാരണം എന്തായിരിക്കും? നമ്മുടെ എന്തെങ്കിലും പ്രവൃത്തി കൊണ്ടായിരിക്കാം അവർ നമ്മളെ വേദനിപ്പിച്ചത്. ഇതും ആവാം. ശരിയല്ലേ? നമ്മൾ എന്തെങ്കിലും പ്രവർത്തികൾ ചെയ്തിട്ടുണ്ടാകും. ഇപ്പൊ എന്താണെങ്കിലും ശരി, നമുക്ക് അവിടെ റോളുണ്ട്. നമ്മൾ വേദനിച്ചതിന് നമുക്ക് അവിടെ റോളുണ്ട്.
അത് വേദനിപ്പിക്കലാവാം, പരാജയങ്ങൾ നേരിടുന്നതാണെങ്കിലും ശരി. ആ പരാജയം നമ്മൾ അനുഭവിക്കാൻ കാരണം നമ്മൾ ചിലപ്പോൾ എടുക്കേണ്ട പണി എടുത്തിട്ടുണ്ടാവില്ല, എടുക്കേണ്ട തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. സോ നമ്മൾ എപ്പോഴും മനസ്സിലാക്കുക, നമ്മൾ എപ്പോഴും എന്താ വെച്ചാൽ നമ്മളാണ് ഉത്തരവാദിത്തം. നമ്മുടെ ലൈഫിന്റെ കംപ്ലീറ്റ് ഫ്രൂട്ട്സും നമ്മളുടെ എല്ലാ ലൈഫിന്റെ കംപ്ലീറ്റ് കാര്യങ്ങളും നമ്മൾ എന്ത് ചെയ്യണം? നമ്മളാണ് ഉത്തരവാദി, നമ്മൾ ഏറ്റെടുക്കണം. ശരിയാണോ? നമ്മളുടെ ലൈഫിൽ കംപ്ലീറ്റ്ലി നമ്മൾ എന്ത് ചെയ്യണം? നമ്മളാണ്. എൻ്റെ എല്ലാ പ്രശ്നത്തിൻ്റെയും കാരണം നമ്മളാണ്, ഞാനാണ്. അതിനർത്ഥം കുറ്റബോധമല്ല വരെ. അത് പറഞ്ഞിട്ട് നമ്മൾ കുറ്റപ്പെടുത്തല്ല വേണ്ടത്, നമ്മൾ തിരിച്ചറിയുക, ഒരു തിരിച്ചറിവിലേക്ക് വരും. ഇങ്ങനെ സംഭവിച്ചു, ഇതൊരു അക്സെപ്റ്റൻസ് ആണ്, ഉത്തരവാദിത്വത്തെ സ്വീകരിക്കലാണ്. എന്നിട്ട് നമ്മൾ കുറ്റപ്പെടുത്തുകയല്ല, ബ്ലെയിം ചെയ്യല്ല, നമ്മളെ ബ്ലെയിം ചെയ്യല്ല, വേറൊരാളെയും ബ്ലെയിം ചെയ്യല്ല. നമ്മൾ ഉത്തരവാദിത്തം ഏറ്റെടുക്കുക എന്നതിനർത്ഥം നമ്മളെ അക്സെപ്റ്റ് ചെയ്യലാണ്. നമ്മൾ എന്താണ്? നമ്മൾ അക്സെപ്റ്റ് ചെയ്യുക. മനസ്സിലായോ? അക്സെപ്റ്റൻസ്. ആ അക്സെപ്റ്റൻസിലേക്ക് നമ്മൾ വരണം. ഇതാണ് എൻ്റെ ലൈഫിൽ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ ഉണ്ടായിട്ട് അതിന് കാരണം ഞാൻ തന്നെയാണ്. ഇനി എന്ത് ചെയ്യണം? ഈ എന്നെ ഇങ്ങനെ ഇത്രയും വേദനിച്ച് വിഷമിച്ച് ഡൗൺ ആയി, അല്ലെങ്കിൽ പ്രശ്നത്തിനൊക്കെ കാരണമായുള്ള വ്യക്തിയായിരിക്കാം. ഇറ്റ്സ് ഓക്കെ എന്ന് പറഞ്ഞ് നമ്മളെ ശരിയാക്കി എടുക്കും, റെഡിയാക്കി എടുക്കും. എൻ്റെ ലൈഫ് ഞാൻ റെഡിയാക്കി എടുക്കും എന്ന് പറഞ്ഞ് വേറെ ഒരാളെയും കുറ്റപ്പെടുത്താതെ നമ്മൾ അതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുത്തിട്ട് നമ്മൾ എണീറ്റ് ഇനി ഞാൻ ഫൈറ്റ് ചെയ്യാൻ പോവാണ്. ഞാൻ തീരുമാനിച്ചു ഞാൻ മാറാൻ പോവാണ്. ഞാൻ തീരുമാനിച്ചു ഞാൻ പണിയെടുക്കാൻ പോവാണ്. ഞാൻ തീരുമാനിച്ചു ഞാൻ ഇനി മുന്നോട്ട് അധ്വാനിക്കാൻ പോവാണ്. അതിന് എനിക്ക് എന്താണ് വേണ്ടത്? അതിന് ഞാൻ എന്നെ സ്നേഹിക്കണം, ഞാൻ എന്നോട് ക്ഷമിക്കണം, ഞാൻ മറ്റുള്ളവരോട് ക്ഷമിക്കണം, ഞാൻ മറ്റുള്ളവരെ സ്നേഹിക്കണം, ഞാൻ എൻ്റെ ലക്ഷ്യത്തിലേക്ക് എത്താൻ സഹായിക്കുന്ന കേപ്പബിലിറ്റി വർദ്ധിക്കണം, കഴിവുകൾ വർദ്ധിപ്പിച്ചെടുക്കണം. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യും? ഇറങ്ങിത്തിരിക്കും, പണിയെടുക്കും, വിജയിക്കും, മുന്നോട്ട് പോകും. ഞാൻ ഇറങ്ങിക്കഴിഞ്ഞു അങ്ങ് തീരുമാനമെടുക്കും. ക്ലിയർ ആണോ? അതിനവിടെ ഇങ്ങനെ കിടന്ന് അതായത് തീരുമാനം എടുക്കുന്ന ആൾക്കാർക്ക് ഒരു പ്രത്യേക എനർജി ഉണ്ടാവും. അതല്ലാതെ ആ ബെഡിൽ ഇങ്ങനെ കിടന്നുറങ്ങി എപ്പോഴെങ്കിലും തോന്നുന്ന സമയത്ത് എണീറ്റ് റിലാക്സ് ചെയ്ത് തോന്നിയ രൂപത്തിൽ പോയാൽ നടക്കില്ല. ഗെറ്റ് അപ്പ്, ഇതിനു മുൻപ് പറഞ്ഞു ഓർമ്മയുണ്ടോ? വേക്ക് അപ്പ്, ഗെറ്റ് അപ്പ്, ഡ്രസ് അപ്പ്, ഷോ അപ്പ് ആൻഡ് സ്റ്റാർട്ട് അപ്പ് ടു ഫൈറ്റ് ഫോർ യുവർ ഡ്രീം. ഗെറ്റ് അപ്പ് എന്താ? ഗെറ്റ് അപ്പ് എന്ന് പറഞ്ഞ് വേക്ക് അപ്പ്, വേക്ക് അപ്പ് നമ്മൾ ഉണരുക. ദെൻ ഗെറ്റ് അപ്പ്, ഉണർന്നതിന് ശേഷം ബെഡിൽ നിന്ന് എണീക്കുക. ദെൻ ഡ്രസ് അപ്പ്, കുളിച്ച് ഫ്രഷ് ആയിട്ട് എന്ത് ചെയ്യുക? ഡ്രസ്സ് ചേഞ്ച് ചെയ്ത് റെഡി ആവുക. ദെൻ ഷോ അപ്പ്, പണിസ്ഥലത്തേക്ക് എന്ത് ചെയ്യണം? നിങ്ങളുടെ അധ്വാനിക്കുന്ന സ്ഥലത്തേക്ക് നിങ്ങൾ അവിടെ എത്തിച്ചേരുക. ദെൻ സ്റ്റാർട്ട് അപ്പ്, അവിടെ പണി തുടങ്ങുക. ടു ഫൈറ്റ് ഫോർ യുവർ ഡ്രീം, ഡ്രീമിന് വേണ്ടിയിട്ട്. യു ഹാവ് ടു ഗെറ്റ് അപ്പ് ആൻഡ് ഡു ദാറ്റ്. സോ സിമ്പിൾ ആണ്. വേക്ക് അപ്പ്, ഗെറ്റ് അപ്പ്, dress up, show up, start up to fight for your dream. Yes, do that. It will change your life completely. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ അസ്മ എഴുതിയിട്ടുണ്ട്. സോ ഹൗ വാസ് ടുഡേ സെഷൻ? എങ്ങനെ ഉണ്ടായിരുന്നു സെഷൻ? നിങ്ങൾക്ക് പുതിയ മെസ്സേജുകൾ കിട്ടിയ, പുതിയ കാര്യങ്ങൾ, ഒരു അവയർനെസ്, നിങ്ങൾക്കൊരു പുതിയൊരു എനർജി തരിക, അത്രേ ഉള്ളൂ. കുറേ കേട്ടതാണ് എനിക്കറിയാം. ബട്ട് ലൈക്ക് വീണ്ടും ആ കണക്ഷൻ, വീണ്ടും ആ എനർജി, വീണ്ടും ആ ട്രാക്കിൽ തന്നെയാണെന്ന് ഉറപ്പുവരുത്തുക. ദാറ്റ്സ് ഓൾ. ഇറ്റ്സ് എ റിമൈൻഡർ. പുതുതായിട്ടൊന്നുമില്ല, പക്ഷെ ഇറ്റ്സ് എ റിമൈൻഡർ. ഒരു റിമൈൻഡറാണ്, നമുക്ക് ആവശ്യമാണ്. ഇതെനിക്ക് വേണ്ടതാണ്, നിങ്ങൾക്ക് വേണ്ടതാണ്, നമുക്ക് എല്ലാവർക്കും വേണ്ടതാണ്. പരസ്പരം അതെടുക്കുക, റൈറ്റ് ആയിട്ടുള്ള രീതിയിൽ എടുക്കുക. എന്നിട്ട് എന്ത് ചെയ്യുക? നിങ്ങൾ എന്ത് വെച്ചാലും നല്ല രീതിയിലേക്ക് എന്ത് ചെയ്യുക? അതിനെ അപ്ലൈ ചെയ്ത് മുന്നോട്ട് പോകും. എൻ്റെ ശബ്ദം കുറച്ച് പ്രശ്നമുണ്ട്, അതുകൊണ്ടാണ് ഞാൻ അധികം എനർജി ഇടാത്തത്. എന്താ പറയുക, കുറച്ച് സോഫ്റ്റ് ആണെങ്കിലും ഭയങ്കര പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് ഇന്ന് തന്നത്. വളരെ പവർഫുൾ ആയിട്ടുള്ള സാധനമാണ് തന്നിരിക്കുന്ന. രീതി വളരെ സോഫ്റ്റ് ആയിട്ട്, ജെന്റിൽ ആയിട്ടാണ്. ഓക്കെ, അപ്പൊ അതെന്ത് ചെയ്യണം?
അതിനെ വില കുറച്ച് കാണരുത്. നല്ല രീതിയിലേക്ക് എന്ത് എടുക്കാം, അപ്ലൈ ചെയ്യാം, മുന്നോട്ട് പോവാം. ക്രിയേറ്റ് യുവർ അമേസിങ് ലൈഫ്. യു ഡിസേർവ് എ ബെറ്റർ ലൈഫ്. എത്ര കാലമായി കഷ്ടപ്പെടുന്നു, എത്ര കാലമായി പ്രയാസപ്പെടുന്നു, എത്ര കാലമായി. മാറണ്ടേ നമുക്ക്? ഈ വീട് നമുക്ക് മാറണ്ടേ? ആ റൂം നമുക്ക് മാറണ്ടേ? ആ യാത്ര ചെയ്യുന്ന വാഹനം നമുക്ക് മാറണ്ടേ? ആ സൈക്കിളിൽ നിന്ന് ബൈക്കിലേക്കും, ബൈക്കിൽ നിന്ന് ആ സ്കൂട്ടിയിൽ നിന്ന് ബൈക്കിലേക്കും, ബൈക്കിൽ നിന്ന് കാറിലേക്കും, കാറിൽ നിന്ന് നല്ലൊരു ബെറ്റർ ആയിട്ടുള്ള കാറിലേക്കും, ലക്ഷറി കാറിലേക്കും, നല്ലൊരു വാഹനത്തിലേക്കൊക്കെ യാത്ര ചെയ്യുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തണ്ട്. എത്ര കാലമായി ബസ്സിൽ യാത്ര ചെയ്യുന്നു, എത്ര കാലം. ഇതൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നു. നമുക്കും ആയിക്കൂടെ? എന്താ ഞങ്ങളുടെ മലപ്പുറം ഭാഷയിൽ പറയും, ഞമ്മക്ക് എന്താ പറ്റൂല. മനസ്സിലാകുന്നുണ്ട്? അപ്പോ നമുക്ക് എന്താ നടക്കൂല ഇതൊന്നും. യെസ്, എനിബഡി ക്യാൻ ഡു ദാറ്റ്. നമുക്ക് ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്, ഒരുപാട് കാണാനുണ്ട്, ഒരുപാട് ആസ്വദിക്കാനുണ്ട്, ഒരുപാട് നേടാനുണ്ട്, സമ്പാദിക്കാനുണ്ട്. ഇതെല്ലാം നമുക്ക് പറ്റും കേട്ടോ. അപ്പൊ നമുക്ക് ഉഷാറായിട്ട് നമുക്ക് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യാം. വി ക്യാൻ ഡു ഇറ്റ്. ഓക്കെ, അപ്ഡേറ്റ് വെരി യൂസ്ഫുൾ ആണ്, വെരി ഗുഡ്, ഇറ്റ്സ് ഹൈലി ഇൻട്രസ്റ്റിംഗ്. താങ്ക് യു ഷഫ്സ്, താങ്ക് യു അഷ്റഫ്. ഉച്ചയ്ക്ക് ഫ്രീ ആയിരിക്കുമ്പോൾ മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും? തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റും, മെഡിറ്റേഷൻ ചെയ്യാൻ പറ്റും കേട്ടോ. നോ ഇഷ്യൂ, ഏത് സമയത്തും ചെയ്യാം. അതിരാവിലെ ചെയ്യുന്നതും ആണ് ഏറ്റവും ഉത്തമം. പിന്നെ സർ, ചെറുപ്പം മുതൽ കേൾക്കുന്നതാണ് പ്രശ്നം, പേടിക്കുന്നതിനേക്കാൾ പടപ്പിനെ പേടിക്കണം. ജസീല റഫീഖ്, പടച്ചവനെ പേടിക്കുന്നതിനേക്കാട്ടിലും പടപ്പിനെ പേടിക്കണം. എന്തുകൊണ്ടാ? ആരാ പറയാറുള്ളത്? പേടിച്ചവന്മാരാ പറയാറുള്ളത്. പടപ്പുകളെ പേടിച്ചവന്മാരാ. ഞാൻ പടപ്പുകളെ പേടിക്കണ്ടെന്ന് ഞാൻ പറയുന്നില്ല. നമ്മളെ പറഞ്ഞല്ലോ, ധിക്കരിക്കണ്ട, പേടിക്കൊന്നും വേണ്ട, ധിക്കരിക്കാതിരുന്നു. അവരായിട്ട് ധിക്കരിച്ച് അവരായിട്ട് ഇങ്ങനെ മുട്ടാൻ പോകണ്ട. നമ്മൾ നമ്മുടെ വഴിക്ക് പോവുക. അവരായിട്ട് ഇങ്ങനെ അവരെ വിഷമിപ്പിക്കുന്ന പരമാവധി, നമ്മൾ ഫാമിലി മെമ്പേഴ്സിനെ വിഷമിപ്പിക്കുന്ന കാര്യങ്ങൾ പരമാവധി ചെയ്യാതിരിക്കുക. നല്ലത് തന്നെയാണ്. ഒരു ബാലൻസ് എപ്പോഴും വേണം. ബുദ്ധിക്ക് കളിക്കുന്നതാണ് നല്ലത്. നമ്മളെ വഴിക്ക് എങ്ങനെ പോവുക, ആരായിട്ടൊരു യുദ്ധത്തിനൊന്നും പോകാണ്ടിരിക്കുക, വഴക്കിനും പ്രശ്നത്തിനും പോകാൻ നമ്മൾ നല്ലൊരു നൈസായിട്ട് നീറ്റായിട്ട് പരമാവധി ഒപ്പിച്ചിട്ട് എന്ത് ചെയ്യുക, നമ്മളെ വഴിക്ക് പോവുക കേട്ടോ. നേക്കിന് കളിക്കണം, കളി അറിയണം. ഓക്കെ, താങ്ക് യു സോ മച്ച്. സൂപ്പർ പെർഫോമൻസ് മറിയം, താങ്ക് യു, താങ്ക് യു. അപ്പൊ പറഞ്ഞതുപോലെ എല്ലാവരും ഉഷാറായിട്ട് ഹാപ്പി ആയിട്ട് എന്ത് ചെയ്യും, മുന്നോട്ട് പോകാം കേട്ടോ. അടിപൊളിയായിട്ട് കാര്യങ്ങൾ ചെയ്യട്ടെ. ഇന്നത്തെ ഒരു ദിവസം ബ്യൂട്ടിഫുൾ ആയിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കട്ടെ. ഓരോ ദിവസവും നിങ്ങളുടെ സുഹൃത്തുക്കളെയൊക്കെ നമ്മുടെ ഈ പ്രോഗ്രാമിലേക്ക് വിളിക്കുക, നിങ്ങളുടെ ബന്ധുക്കളെ വിളിക്കുക. മോർണിംഗ് മെഡിറ്റേഷൻസിലോട്ടും സെഷനിലേക്കൊക്കെ വിളിച്ചിട്ട് എന്ത് ചെയ്യുക, ഓരോ ദിവസവും അവരുടെ പതിയെ പതിയെ അറിവ് നിങ്ങൾക്ക് എന്ത് വെച്ചാൽ നൽകുന്ന ഒരു അവസ്ഥയിലേക്ക് എത്താൻ സാധിക്കട്ടെ. ഓക്കെ, സോ താങ്ക് യു സോ മച്ച്. സീ യു ടുമോറോ. ഓക്കെ, താങ്ക് യു. ഹാവ് എ ഗ്രേറ്റ് ഡേ.